ഓണത്തിൻ്റെ വരവറിയിച്ച് അത്തം പിറന്നു. പൊന്നോണത്തിൻ്റെ വരവറിയിച്ച് അടുത്ത 10 ദിവസം വീട്ടുമുറ്റങ്ങളിൽ പൂക്കളമുയരും. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ഇനി ആഘോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും ദിനരാത്രങ്ങൾ. അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി പാലായിൽ ചെണ്ടുമല്ലിപ്പൂവ് വിരിഞ്ഞു. മുരിക്കുംപുഴ സ്വദേശി അജിത്തും ഭാര്യ രമ്യയും ചേർന്നാണ് ചെണ്ടുമല്ലി കൃഷി നടത്തുന്നത്. പാലാ ടൗണിൽ കണ്ണിനും മനസ്സിനും കുളിർമയേകി ചെണ്ടുമല്ലിപ്പൂ വിരിഞ്ഞു. ദമ്പതികളായ മുരിക്കുംപുഴ സ്വദേശികളാണ് പാലാക്കാർക്കായി പൂവിന്റെ വസന്തം തീർത്തത്. മുരിക്കുംപുഴ സ്വദേശി അജിത് പനക്കലും ഭാര്യ രമ്യയും 4 വയസ്സുകാരൻ മകൻ ആദിദേവും ചേർന്നാണ് ചെണ്ടുമല്ലി വസന്തം ഒരുക്കിയിരിക്കുന്നത്. വീടിന് സമീപത്തു തന്നെ പാട്ടത്തിനടുത്ത 60 സെന്റ് സ്ഥലത്ത് 4000-ഓളം ചെണ്ടുമല്ലി ചെടികൾ പൂവിട്ടത് മനോഹരമായ കാഴ്ചയാണ്. ഓറഞ്ച്, മഞ്ഞ നിറങ്ങളുള്ള ചെണ്ടുമല്ലി ചെടികളാണ് ഓണത്തിന് പൂക്കളത്തിനായി പൂവിട്ടത്. സാധാരണ പൂപ്പാടങ്ങൾ കാണുന്നതിന് അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ടിയിരുന്നു. എന്നാൽ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളരുമെന്നും പൂക്കൾ സുലഭമായി ലഭിക്കുമെന്നും ചെണ്ടുമല്ലി കൃഷിയിലൂടെ അജിത്തും കുടുംബവും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഞങ്ങൾ ഈ വർഷവും ബന്ദി കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. നിറയെ പൂവുമായിട്ടാണ് ബന്ദി നിറഞ്ഞു നിൽക്കുന്നത്. ഏകദേശം 5000-ഓളം തൈകൾ മേടിച്ചാണ് ഇപ്രാവശ്യം നട്ടേക്കുന്നത്. കഴിഞ്ഞ വർഷം പൂ ഗംഭീര കച്ചവടമായിരുന്നു. അതായത് പൂ മുഴുവൻ ഓണത്തിന് തലേദിവസം തന്നെ പൂ ഞങ്ങൾക്ക് മുഴുവൻ തന്നെ വിറ്റ് തീർന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഈ പൂന്തോട്ടം കണ്ടിട്ടില്ല. തമിഴ്നാടിനെ ആശ്രയിക്കണം ഇതുപോലെ വലിയൊരു പൂന്തോട്ടം കാണണമെന്നുണ്ടെങ്കിൽ. എല്ലാവരും വീട്ടിൽ ചെടി നടും, ചില 1-2 എണ്ണം നടുള്ളൂ. പക്ഷേ അതെല്ലാം ചെറിയ പൂക്കളായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതേ സമയം ഇതെല്ലാം ഞങ്ങൾ നട്ട ചെടിയാൽ വലിയ പൂക്കളാണ് ഉണ്ടായിരുന്നത്. ഇത് ആഫ്രിക്കൻ മാരിഗോൾഡ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ടൊരു ചെടിയാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ പൂവ് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിലെല്ലാം കൊടുത്ത് അതുപോലെ ചാനലുകളിലെല്ലാം വന്നുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പൂക്കളെല്ലാം തന്നെ ഓർഡർ ആയിട്ടുണ്ട്. പല ദിവസങ്ങളിലായിട്ട് പലരും വിളിച്ചു പറഞ്ഞു. പിന്നെ ഒരുപാട് റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനെല്ലാം ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ വളരെ മഴ ചെറിയ പ്രതികൂലമായൊരു സാഹചര്യം ഞങ്ങൾക്ക് സൃഷ്ടിച്ചായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചെടികൾ ഞങ്ങൾക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം പൂവെല്ലാം അത്യാവശ്യം മൊട്ടായി പൂവെല്ലാം ഈ ഓണത്തിനോടനുബന്ധിച്ച് മൊത്തം പൂവ് ആയി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്കൂളുകളിൽ നിന്നുള്ള ഓർഡറുകളാണോ കൂടുതലും? സ്കൂളുകളിൽ നിന്ന് ഓർഡറുകളല്ല, അല്ലാതെ വ്യക്തികളും അതുപോലെ മറ്റേ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ആളുകൾ. പിന്നെ സ്കൂളുകളിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, അവർക്ക് കാണാൻ വരാനായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പിള്ളേരെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചു പഠിക്കുന്ന അംഗൻവാടിയിൽ നിന്ന് അവർ പിള്ളേരെല്ലാം കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കൗൺസിലേഴ്സ് അവരെല്ലാം ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാനായിട്ടെല്ലാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പല സമയങ്ങളിലായിട്ട് വന്ന് അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുമുണ്ട്. നമുക്ക് ഓർഡർ എടുക്കണമെങ്കിലേ വിളിച്ച് ഓർഡർ തന്നാൽ മതിയോ? മതി, എപ്പോൾ വേണമെങ്കിലും ഒന്ന് വിളിച്ച് ഓർഡർ ചെയ്യാം. തലേദിവസം ഒന്ന് പറഞ്ഞാൽ നമുക്ക് പൂ പറിക്കുന്നതെന്ന് താമസം അത്രേ ഉള്ളൂ. ഫോൺ നമ്പർ 94 47 30 22 47. മറ്റ് സംസ്ഥാനങ്ങളിൽ പൂക്കൾ നിത്യോപയോഗ സാധനങ്ങളാണെങ്കിൽ കേരളത്തിൽ ഓണാഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും കയറിത്താമസം പോലെയുള്ള ആഘോഷങ്ങൾക്കും മാത്രമാണ് ചെണ്ടുമല്ലിയും മറ്റു പൂക്കളും ഉപയോഗിക്കുന്നത്. അജിത്തിന്റെ ഭാര്യയും പ്രവാസിയുമായിരുന്ന രമ്യയുടെ നേതൃത്വത്തിലാണ് കൃഷികൾ ചെയ്യുന്നത്. മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത് പാലാ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ്. ചെണ്ടുമല്ലി കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പൂവിന്റെ വിപണി അവരവർ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയാണ്. ഇതിന് മാറ്റം വരണമെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കേടുകൂടാതെ ഇരിക്കാൻ മാരകവിഷം തളിച്ച പൂക്കൾ മേടിക്കാതെ ഇരിക്കുക, നാട്ടിലെ കർഷകർ വിളയിക്കുന്ന പൂക്കളും പച്ചക്കറികളും ഉപയോഗിക്കുക എന്നതാണ്. നിരവധി ആളുകളാണ് ഈ പൂപ്പാടം സന്ദർശിക്കാനും ഫോട്ടോ എടുക്കാനുമായി എത്തുന്നതെന്ന് അജിത്തും ഭാര്യയും പറഞ്ഞു. സന്ധ്യ കേസ്, ഐഫോറിയ ന്യൂസ്, പാലാ.